ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വയനാട്ടിലെ കാട്ടിക്കുളത്തുള്ള GP എക്കോട്ടിക് ലാൻഡാണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് പേരൊക്കെ ഇത് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. റീൽസിൽ തന്നെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ മെയിനായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കോഫിയാണ് കേട്ടോ. പലതരത്തിലുള്ള വെറൈറ്റി കോഫികൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ കാപ്പി ഉണ്ടാക്കി തരുന്ന സമയം വരെ നമുക്കിവിടെ എൻജോയ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. തിരുനെല്ലി അമ്പലത്തിലൊക്കെ പോകുന്നവർക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ ഈസിയാണ്. കുറച്ച് റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ടാണ് സ്ഥലം എന്നുണ്ടെങ്കിലും നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടാൽ കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റും കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇതൊന്നുമല്ല. ഇതൊക്കെ അവർക്ക് കാപ്പി കുടിക്കുന്ന കുറച്ച് സ്പേസിൽ അവർ വെറുതെ 2-3 ഗെയിമൊക്കെ ഫിറ്റാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ഇത്രയും സ്പേസ് ഒക്കെയാണ് ഉള്ളത്. ഞങ്ങൾ പോയ അന്ന് കുറച്ച് മഴയായിരുന്നു. ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കായിട്ടാണ് ഇത് വരുന്നത്. ഇവിടെയുള്ളതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കുറച്ച് സംഭവത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ വിത്തൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളും ഇപ്പോൾ പക്ഷികളുടെ കൂടെ ഒരു കൂട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. ഇത്ര തീറ്റ എല്ലാവരുടെയും കയ്യിൽ തന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ പക്ഷികളുണ്ട്. പക്ഷികൾ നമ്മളെ കയ്യിലും തലയിലും മേത്തും ഒക്കെ വന്നിരിക്കുവേ. നല്ല രസമായിരുന്നു അത്. അതിൻ്റെ നഖം നമ്മളെ മേത്ത് കുറച്ച് കൊണ്ടു, പക്ഷെ പിന്നെ നമ്മളത് എൻജോയ് ചെയ്തു. ഈ തീറ്റ നമ്മളെ കയ്യിൽ തന്നിട്ട് ഇതിൻ്റെ ഓണർമാരൊരു പ്രത്യേക തരം സൗണ്ട് ഉണ്ടാക്കും. അത് കേട്ടാൽ ഈ പക്ഷികൾക്കൊക്കെ അറിയാം. അവരൊക്കെ കൂടെ ഓടി വന്നിട്ട് ഈ വിത്തൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പെറുക്കി തിന്നുകയാണ് ചെയ്യുക. പെറുക്കി തിന്നല്ല, കൊത്തി തിന്നുക. ഈ പക്ഷികളിൽ ഉള്ളതിൽ ഏറ്റവും വികൃതിയാണ് ഈ ഓറഞ്ച് വൺ എന്നാട്ടോ പറഞ്ഞത്. അവനാണ് അവിടുത്തെ ഏറ്റവും വില്ലൻ. അവനിങ്ങനെ എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെയും കൂടി പേടിപ്പിക്കുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ച് കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറും, എന്തോ അപകടമാണ് എന്ന് വിചാരിച്ചിട്ട്. ഈ പക്ഷികൾ മാത്രമല്ല കേട്ടോ ഇവിടെയുള്ളത്. ഒരു ഫിഷിൻ്റെ പോണ്ട് ഉണ്ട് അവിടെ. അതിനും നമുക്ക് തീറ്റയൊക്കെ കൊടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ചാർജ് ഉണ്ട്, ടിക്കറ്റ് റേറ്റ് ഉണ്ട് കേട്ടോ. പെർ ഹെഡിന് 15 മിനിറ്റാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള സമയം തന്നത്. ടിക്കറ്റിൻ്റെ റേറ്റ് ഞാനിപ്പോൾ പറയുന്നില്ല, ചിലപ്പോൾ അവർ മാറ്റുമല്ലോ. വളരെ കുറച്ച് പൈസയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് ഫിഷിൻ്റെ പോണ്ട് കഴിഞ്ഞാൽ ഇഗ്വാനേനെയും കയ്യിൽ തരും. അതായിട്ടില്ല. ഞങ്ങൾ പോകുമ്പോൾ ഒരു ഫാമിലി ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എല്ലാവർക്കും 15 മിനിറ്റ് വീതമാണ് കൊടുക്കുക. അപ്പം മീനുകൾക്കൊക്കെ ഒരുപാട് ഭക്ഷണം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഭക്ഷണമേ അവർ തരുള്ളൂ കേട്ടോ. മീനുകളൊക്കെ നമ്മളുടെ കയ്യിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഫുഡ് എടുക്കുമ്പോൾ നമുക്ക് ഇക്കിളിയൊക്കെ ആവും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അടുത്ത ലീവ് കിട്ടുമ്പോൾ നിങ്ങൾ തിരുനെല്ലി അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് കയറി ഇതൊക്കെ കണ്ടിട്ട് വേണം കേട്ടോ തിരിച്ചു വരാൻ. ചെറിയൊരു ടിക്കറ്റ് റേറ്റേ ഉള്ളൂ. അവിടുന്ന് ഇവിടേക്ക് എത്താനുള്ള കുറച്ച് ദൂരമുണ്ട്. ഒരു 5 കിലോമീറ്റർ ആണ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിയാനുള്ളത്. പക്ഷെ റോഡൊക്കെ നല്ല റോഡാണ്, പ്രശ്നമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, കാണാൻ ഒരു വില്ലന്റെ ലുക്കാണെങ്കിലും ആളൊരു പാവാണ് കേട്ടോ. ഇതിന്റെ ഓണർമാരുടെ കയ്യിൽ ഒരു പല്ലീന്റെ വലിപ്പത്തിൽ ഉള്ളപ്പോൾ കൊണ്ടുവന്നെയാണ് എന്നാണ് പറഞ്ഞത്. അതാണിപ്പോൾ വളർന്ന് വലുതായി ഇത്രയായത്. ഭയങ്കര പാവാണേ. എടുക്കാനൊക്കെ കുറച്ച് വെയിറ്റ് ഉണ്ട്, 1.5 കിലോ എന്തോ ഉണ്ട് കേട്ടോ. ഇതിന്റെ നഖം നമ്മളുടെ മേത്ത് കൊള്ളുമ്പോൾ ചെറുതായിട്ട് നമുക്കൊരു വേദന പോലെയൊക്കെ തോന്നും. പിന്നെ അനക്കാതെ പിടിച്ച ആളവിടെ അനങ്ങാതെ ഇരുന്നോളും. പ്യുവർ വെജിറ്റേറിയൻ ആയ ഈ ഇഗ്വാനേന്റെ മെയിൻ ഭക്ഷണം എന്താണെന്നറിയോ? ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം മുരിങ്ങേന്റെ ഇലയാണ് ഇത്രേ. അവര് ഞങ്ങൾക്ക് കുറച്ച് മുരിങ്ങേന്റെ ഇല തന്നോട്ടോ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ പോയിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് ഇവനൊരു പേര് പറഞ്ഞിരുന്നു, കുഞ്ഞപ്പനോ അങ്ങനെ എന്തോ, ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത്. ഇങ്ങനെ എക്സിബിഷനിലൊക്കെ പോയി 1 മിനിറ്റും ഒക്കെ മാത്രമല്ലേ നമ്മൾ ഇഗ്വാനേനെ കണ്ടിട്ടുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടാനല്ലേ പറ്റുള്ളൂ. ഇനി ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഞങ്ങൾ 4 പേരുടെ അടുത്തും 5-10 മിനിറ്റോളം ഇത് മേത്ത് തന്നെ ഉണ്ടായിരുന്നു. അടുത്ത വെക്കേഷനിൽ മറക്കണ്ട GP എക്കോട്ടിക്. അത്
ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടും. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ലിങ്കൊക്കെ കേട്ടോ. ഇവിടെ പോയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തോളൂ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇത് മാത്രമായിരിക്കൂല, അവരവിടെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വരാനും സാധ്യതയുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കാപ്പിയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളാരെയും പോകുമ്പോൾ കാപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടേ. നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും, പേര് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബൈ.